എന്താണ് ലീസ് ഫിനാൻസിങ്? ലീസ് ഫിനാൻസിങ് ഒരു വൺ ഓഫ് ദി സോഴ്സ് ഓഫ് ഫിനാൻസിങ് ആണ്. A lease is a contractual agreement whereby one party, the owner of an asset, grants the other party the right to use an asset in return for a periodic payment. അതായത് ലീസ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ച്വൽ അഗ്രിമെന്റ് ആണ്. ഒരു അസറ്റിന്റെ ഓണർ ആയിരിക്കുന്ന വ്യക്തി മറ്റൊരു വ്യക്തിക്ക് അത് ഉപയോഗിക്കാനുള്ള ഒരു അനുവാദം നൽകുകയും ഒരു കൃത്യമായിട്ടുള്ള പീരിയോഡിക് പേയ്മെന്റ് അതിന് കൊടുക്കുകയും ചെയ്യുന്നു. Leasing is an arrangement of acquiring the right to use an equipment or asset without actually owning the same. ഒരു അസറ്റിൽ ഓണർഷിപ്പ് ഇല്ലാതെ തന്നെ അത് ഉപയോഗിക്കാനും അത് കൈവശം വയ്ക്കുവാനും ഉള്ള ഒരു അവകാശം കൊടുക്കുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് ലീസിംഗ് എന്ന് പറയുന്നത്. ഇതിൽ അസറ്റിന്റെ ഒറിജിനൽ ഓണറിനെ ലെസർ എന്നും യൂസറിനെ ലെസ്സി എന്നും പറയുന്നു. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓണർ ആണ് ലെസർ, യൂസർ ആണ് ലെസ്സി. ദ ലെസ്സി ഹാസ് ടു പേ സ്പെസിഫൈഡ് എമൗണ്ട് കോൾഡ് ലീസ് റെന്റ്. ഈ ലെസ്സി അതായത് ഈ യൂസർ ആയിട്ടുള്ള വ്യക്തി ഒരു എമൗണ്ട് കൊടുക്കണം, അതിനെയാണ് ലീസ് റെന്റ് എന്ന് പറയുന്നത്. Lesser for the use of an asset. Payment is made as regular fixed payments over a period of time and at the beginning or end of the month, quarter or year. ഓരോ പേയ്മെന്റും ഓരോ രീതിയിലായിരിക്കും. ആ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് പേയ്മെന്റ് ഫിക്സഡ് റീപേയ്മെന്റ്സ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ബിഗിനിങ്ങിലോ എൻഡിലോ മന്തിലോ ക്വാർട്ടറിലോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ അറേഞ്ച്മെന്റ് അനുസരിച്ച് പേയ്മെന്റ് നൽകാവുന്നതാണ്. നോർമലി ദർ ഈസ് എൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ലെസർ ആൻഡ് ലെസ്സി. യൂഷ്വലി എഗ്രിമെന്റ് ഉണ്ടാവാറുണ്ട്. ഈ എഗ്രിമെന്റിനകത്ത് എത്രത്തോളമാണ് അവരുടെ പീരീഡ്, ക്യാൻസലേഷൻ എങ്ങനെയാണ്, ലീസ് റെന്റ് എങ്ങനെയാണ്, പർച്ചേസ് ഓപ്ഷൻ ഉണ്ടോ, അതിന്റെ മെയിൻ്റെനൻസിന്റെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിരിക്കും. പീരീഡിന്റെ എൻഡിന്റെ സമയത്ത് അസറ്റ് തിരിച്ച് ലെസറിന്റെ കയ്യിലോട്ട് റിവേർട്ട് ചെയ്ത് കൊടുക്കുകയും ലീഗൽ ഓണർ അസറ്റിന്റെ ഓണർ ശരിക്കുമുള്ള ഓണർ തന്നെയായി മാറുകയും ചെയ്യും. Lesser may be a leasing company or manufacturers of equipments. Lesser ആര് വേണമെങ്കിലും ഒരു ലീസിംഗ് കമ്പനി ആവാം, അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിന്റെ മാനുഫാക്ചറും ആവാം. This type of finance is very helpful in acquisition of such asset like computers, electronic equipments, etc. become obsolete very soon. ഇത്തരത്തിലുള്ള ഫിനാൻസ് വളരെ നല്ലതായിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഴ്സിന്റെ കാര്യത്തിലും പെട്ടെന്ന് ഒബ്സലറ്റ് ആയി പോകുന്ന ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിന്റെ കാര്യത്തിലൊക്കെ ഇത്തരത്തിലുള്ള ഫിനാൻസ് ഉപയോഗിക്കാവുന്നതാണ്. എന്തൊക്കെയാണ് ഇത്തരത്തിലെ ലീസ് ഫിനാൻസിങ്ങിന്റെ അഡ്വാൻറ്റേജസ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ലോങ് ടേം ഫിനാൻസ് ഓഫ് ഫിക്സഡ് അസറ്റ് ആണ് ലീസ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. രണ്ട്, ലെസ്സി is free from risk of the asset becoming obsolete as he could cancel the old lease agreement. ഇതിൽ ലെസ്സി ഇത് യൂസ് ചെയ്യുന്ന വ്യക്തി റിസ്കിന്റെ കാര്യത്തിൽ വളരെ ഫ്രീ ആണ്. ബിക്കോസ് അവരുടെ പ്രോഡക്റ്റ് അല്ലേ അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് അവർക്ക് നന്നായിട്ട് ഉപയോഗിക്കാം. ഏതെങ്കിലും തരത്തിൽ അത് ഒബ്സലറ്റ് ആയി പോകുന്നുണ്ടെങ്കിൽ ഓൾഡ് എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്യുകയും ചെയ്യാം. തേർഡ് ഫീച്ചർ എന്ന് പറയുന്നത്, അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇറ്റ് എനേബിൾ ദ ലെസ്സി ഫേം ടു മേക്ക് ഫുൾ യൂസ് ഓഫ് അസറ്റ് വിത്തൗട്ട് മേക്കിംഗ് ഇമ്മീഡിയറ്റ് പേയ്മെന്റ്. ഇമ്മീഡിയറ്റ് പേയ്മെന്റ് ചെയ്യാതെ തന്നെ ഹ്യൂജ് പർച്ചേസ് പ്രൈസിലുള്ള ഒരു സാധനം നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ലീസ് റെന്റ് മേ ബി മാച്ച്ഡ് വിത്ത് ദ ക്യാഷ് ഫ്ലോ ഓഫ് ദ ലെസ്സി. ലെസ്സിയുടെ ക്യാഷ് ഫ്ലോ അനുസരിച്ച് ലീസ് റെന്റ് മാച്ച് ആയിട്ട് പോവുകയും ചെയ്യും. പിന്നെയുള്ളതാണ് ടാക്സ് അഡ്വാൻറ്റേജ്. ഫുൾ എമൗണ്ട് ഓഫ് ലീസ് റെന്റ് ഈസ് അഡ്മിസിബിൾ ഡിഡക്ഷൻ അണ്ടർ ഇൻകം ടാക്സ് ആക്ട്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഈ ഇത്തരത്തിൽ കൊടുക്കുന്ന ലീസ് റെന്റ് നമുക്ക് ഡിഡക്റ്റബിൾ ആണ്. സോ അത്തരത്തിലൊരു ടാക്സ് അഡ്വാൻറ്റേജും കൂടെ അവിടെ കിട്ടുന്നുണ്ട്. Asset is made available to the lessee for immediate use without loss of time in applying for a loan and complying with formalities in acquiring asset. ഒരു അസറ്റ് അക്വയർ ചെയ്യുന്ന അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എടുക്കുന്ന ലോൺ എടുക്കുക അല്ലെങ്കിൽ അതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ ഇത്തരത്തിലുള്ള ഒരു ലീസ് ഫിനാൻസിങ്ങിൽ കൂടെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമുക്ക് അത്തരത്തിലുള്ള ഒരു സ്ലോ മോഷൻ എല്ലാത്തിനും ഒഴിവാക്കാനായിട്ട് പറ്റും. ഇറ്റ് പ്രൊവൈഡ്സ് ഫിനാൻസ് വിത്തൗട്ട് ഡൈല്യൂട്ടിംഗ് ദ ഓണർഷിപ്പ് ഓർ കൺട്രോൾ ഓഫ് ബിസിനസ്. കൃത്യമായിട്ട് ഒരു ബിസിനസിന്റെ കൺട്രോൾ ഡൈല്യൂട്ട് ചെയ്ത് പോകാനായിട്ടൊക്കെ ഇത്തരത്തിലുള്ള ഫിനാൻസ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. വിത്തൗട്ടിങ് ഡൈല്യൂട്ടിങ് ദ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓഫ് ബിസിനസ്. ബിസിനസിന്റെ കൺട്രോൾ ഡൈല്യൂട്ട് ചെയ്ത് പോകാതെ തന്നെ ഇത്തരത്തിലുള്ള ഫിനാൻസ് ക്യാരി ഓൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ആണ് എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള ലീസ് ഫിനാൻസിങ്ങിന്റെ ഡിസ്അഡ്വാൻറ്റേജസ്. ലെസ്സർ may impose certain restrictions on the use of asset. ലെസർ അതായത് ഈ ഓണർ ചിലപ്പോൾ സാധനങ്ങൾ ഉപയോഗിക്കാൻ കൊടുക്കുമ്പോൾ പറയും ഇതിങ്ങനെ ചെയ്യരുത്, ഇതെങ്ങനെ ചെയ്യരുത്, ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് പറയാനുള്ള സാധ്യതയുണ്ട്. Then the normal business operations may be affected. In the case of lessee is not renewed. In the case lease is not renewed. ലീസ് പ്രോപ്പറായിട്ട് റിന്യൂ ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ നോർമലായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ട് വന്ന ആ ഒരു മെഷീൻസ് ഒക്കെ വെച്ച് ഉപയോഗിച്ചുകൊണ്ട് വന്നിരുന്ന ഓപ്പറേഷൻസിനെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. It may result in higher payout obligation
in the case of the equipment is not found useful and lessee opt for premature termination of the lease agreement. അതായത് ഇവരിതെല്ലാം എടുത്തു വെച്ചിട്ട് എക്യുപ്മെന്റ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു പ്രോപ്പറായിട്ടൊരു ഒരു നമ്മൾ അത്ര എമൗണ്ട് കൊടുക്കുകയും വേണം, എന്നാലോട്ട് ഇത് ഉപയോഗപ്പെട്ടും ഇല്ല, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകും. അടുത്ത ടൈപ്പ് ഓഫ് സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് പബ്ലിക് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. The deposits that are raised by organizations directly from public. പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് ഒരു ലോൺ ത്രൂവോ ഡെറ്റ് ത്രൂവോ പബ്ലിക് ഡെപ്പോസിറ്റിൽ കൂടെ എങ്ങനെയെങ്കിലും വിധാനം എടുക്കുന്ന ഡെപ്പോസിറ്റുകളെയാണ് പബ്ലിക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. Companies advertise in newspapers for inviting general public to invest their savings in public deposit. കമ്പനികൾ ന്യൂസ് പേപ്പേഴ്സുമായിട്ടും അല്ലെങ്കിൽ ജനറൽ പബ്ലിക്കിന്റെ അടുത്തു നിന്നായിട്ടൊക്കെ ഏതെങ്കിലും തരത്തിൽ അവരുടെ അടുത്തു നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുന്നു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫേർഡ് ഓൺ പബ്ലിക് ഡെപ്പോസിറ്റ് യൂഷ്വലി ഹയർ ആണ്. ഒരു ബാങ്ക് ഡെപ്പോസിറ്റിനെക്കാട്ടിലും ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇത്തരത്തിലുള്ള പബ്ലിക് ഡെപ്പോസിറ്റുകൾ വഴി തരാറുണ്ട്. കമ്പനീസ് ആർ ജനറലി ഇൻവൈറ്റ് പബ്ലിക് ഡെപ്പോസിറ്റ് ഫോർ എ പീരീഡ് അപ് ടു 3 years. പൊതുവെ 3 വർഷത്തേക്ക് വരെയാണ് ഇത്തരത്തിലുള്ള പബ്ലിക് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാറുള്ളത്. ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് മീഡിയം ടേം ഓർ ഷോർട്ട് ടേം ഫിനാൻസ്. ഇതെന്ന് പറയുന്നത് ഒരു മീഡിയം ടേം അല്ലെങ്കിൽ ഷോർട്ട് ടേം ഫിനാൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. പബ്ലിക് ഡെപ്പോസിറ്റ്സ് ആർ അൺസെക്യൂർഡ് ലോൺസ് ആൻഡ് ഡെപ്പോസിറ്റേഴ്സ് ആർ ലൈക്ലി ഓർഡിനറി ക്രെഡിറ്റേഴ്സ്. പബ്ലിക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു അൺസെക്യൂർഡ് ടൈപ്പ് ഓഫ് ലോൺസ് ആണ്. ഡെപ്പോസിറ്റേഴ്സ് എന്ന് പറയുന്നത് ഓർഡിനറി ക്രെഡിറ്റേഴ്സും ആയിരിക്കും. ഇനി എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, the company need not provide any security against public deposit or public deposit will not create any charge on assets. അതായത് കമ്പനി ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള സെക്യൂരിറ്റിയും സ്വീകരിച്ചിട്ടല്ല ഇത്തരത്തിലുള്ള പബ്ലിക് ഡെപ്പോസിറ്റുകൾ എടുക്കുന്നത്. പബ്ലിക് ഡെപ്പോസിറ്റുകൾ ഒരു തരത്തിലുള്ള ചാർജുകളും ഡീൽ ചെയ്യുന്നില്ല, അസറ്റുകളുടെ മുകളിൽ ഒരു തരത്തിലുള്ള ചാർജുകളും വെക്കുന്നില്ല. പബ്ലിക് ഡെപ്പോസിറ്റ്സ് ആർ ഫ്ലെക്സിബിൾ സോഴ്സ് ഓഫ് ഷോർട്ട് ടൈം ഫിനാൻസ്. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഷോർട്ട് ടൈം ഫിനാൻസ് ആണ് പബ്ലിക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഷോർട്ട് ടൈം പീരീഡ് ഓഫ് 6 monthsലേക്ക് വരെയാണ് പബ്ലിക് ഡെപ്പോസിറ്റ്സുകൾ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത്, മാക്സിമം 3 years. പബ്ലിക് ഡെപ്പോസിറ്റ്സ് ആർ കൺവീനിയന്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് സിൻസ് നോട്ട് മച്ച് ലീഗൽ ഫോർമാലിറ്റീസ് ആർ ഇൻവോൾവ്. അധികം ലീഗൽ ആയിട്ടുള്ള ഫോർമാലിറ്റീസിലൊന്നും ഇൻവോൾവ് ആവാത്തത് കൊണ്ട് തന്നെ വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ഫിനാൻസ് ആയിട്ടാണ് പബ്ലിക് ഡെപ്പോസിറ്റ് പറയുന്നത്. ആസ് ദ ഡെപ്പോസിറ്റേഴ്സ് ഡു നോട്ട് ഹാവ് വോട്ടിംഗ് റൈറ്റ്സ്, ദി കൺട്രോൾ ഓഫ് ദി കമ്പനി ഈസ് നോട്ട് ഡൈല്യൂട്ടഡ്. ഡെപ്പോസിറ്റേഴ്സിന് വോട്ടിംഗ് റൈറ്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കമ്പനിയുടെ കൺട്രോൾസിലൊന്നും ഡൈല്യൂട്ടായി പോകാനുള്ള വഴിയില്ല. ഫിനാൻസിങ് ത്രൂ പബ്ലിക് ഡെപ്പോസിറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ഇതെന്ന് പറയുന്നത് ഒരു ട്രേഡിംഗ് ഓൺ ഇക്വിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു മെത്തേഡായിട്ട് വരുന്നുണ്ട്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് റേറ്റ് ആയിരിക്കും. ദിസ് ഫെസിലിറ്റേറ്റഡ് കമ്പനി ടു ഡിക്ലെയർ മോർ ഡിവിഡൻഡ് ടു ഇറ്റ്സ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇൻ ഇയേഴ്സ് ഓഫ് ഹൈ ഏർണിംഗ്സ്. ഹൈ ഏർണിംഗ്സ് വരുന്ന സമയത്ത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ ഏർണിംഗ്സ് കൊടുക്കാനുള്ള കപ്പാസിറ്റിയും ഇത്തരത്തിലുള്ള ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ്സ് പബ്ലിക് ഡെപ്പോസിറ്റ്സ് തരുന്നുണ്ട്. എന്തൊക്കെയാണ് പബ്ലിക് ഡെപ്പോസിറ്റ്സിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. 1. ലാർജ് കമ്പനീസ് എൻജോയിങ് പബ്ലിക് കോൺഫിഡൻസ് ആൻഡ് റേസ് ക്യാപിറ്റൽ ത്രൂ പബ്ലിക് ഡെപ്പോസിറ്റ്. വളരെ വലിയ കമ്പനികൾക്ക് ഒരുപാട് പബ്ലിക് കോൺഫിഡൻസ് കിട്ടുകയും അവർക്ക് ഈസി ആയിട്ട് പബ്ലിക് ഡെപ്പോസിറ്റ് എപ്പോഴും സ്വീകരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അത് അത്ര സെക്യൂർ അല്ല, ബിക്കോസ് ഇത് ഓർഡിനറി ക്രെഡിറ്റേഴ്സ്, ഡെപ്പോസിറ്റേഴ്സ് എന്ന് പറയുന്നത് ഓർഡിനറി ക്രെഡിറ്റേഴ്സ് ആണ്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് ആണ് they are costly as most of the companies have to offer high interest to attract public deposit. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്, ബിക്കോസ് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കേണ്ടി വരും പബ്ലിക് ഡെപ്പോസിറ്റ് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. The RBI has laid down certain limits on public deposit. പബ്ലിക് ഡെപ്പോസിറ്റിന്റെ കാര്യത്തിൽ RBI ചില ലിമിറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. Investors are entitled to withdraw their deposits at any time after giving prior notice of the company. കമ്പനിക്ക് നോട്ടീസ് കൊടുത്തതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ഡെപ്പോസിറ്റേഴ്സിന് അത് പിൻവലിക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് കൊമേഴ്ഷ്യൽ പേപ്പർ അല്ലെങ്കിൽ CP. CP എന്ന് പറയുന്ന സോഴ്സ് ഓഫ് ഫിനാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് ടൈം ഫിനാൻസ് ആണ്. ഇതിന് മെച്യൂരിറ്റി പീരീഡ് വരുന്നത് 7 ദിവസം തൊട്ട് 1 വർഷം വരെയാണ്. കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത് അൺസെക്യൂർഡ് ആയിട്ടുള്ള പ്രോമിസറി നോട്ടാണ്. ഒരു ഫേം മറ്റൊരു ഫേമിന് ഇഷ്യൂ ചെയ്യുന്നതോ കമ്പനീസ് തമ്മിൽ ഇഷ്യൂ ചെയ്യുന്നതോ ബാങ്കുകൾ തമ്മിൽ ഇഷ്യൂ ചെയ്യുന്നതുമാണ്. ഇതെന്ന് പറയുന്ന ഒരു അൺസെക്യൂർഡ് ഡെപ്റ്റ് ആണ്. കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത് നല്ല ഗുഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ള ടൈപ്പ് ഓഫ് ഒരു സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. Commercial paper is usually issued at a discount from face value and reflect prevailing market interest rate. Commercial paper issue ചെയ്യുന്നത് ഫേസ് വാല്യൂവിൽ കുറച്ച് ഡിസ്കൗണ്ട് വെച്ചിട്ടായിരിക്കും, അല്ലാതെ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് പ്രിവെയിൽ ചെയ്യുന്നതനുസരിച്ചായിരിക്കും അത് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി ട്രേഡഡ് ലൈക്ക് അതർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. മറ്റുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് പോലെ തന്നെ ഇത് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. RBI ആണ് കൊമേഴ്ഷ്യൽ പേപ്പറിന്റെ കേസിൽ റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത്.
എന്തൊക്കെയാണ് കൊമേഴ്ഷ്യൽ പേപ്പറിന്റെ മെറിറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ ബെസ്റ്റ് സ്യൂട്ടബിൾ ഇൻസ്ട്രുമെന്റ് ടു റേസ് ഷോർട്ട് ടൈം ഫിനാൻസ്. ഷോർട്ട് ടൈം ഫിനാൻസ് റേസ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ഇതാണ്. ആസ് ഇറ്റ് ഈസ് എ ഫ്രീലി ട്രാൻസ്ഫറബിൾ ഇൻസ്ട്രുമെന്റ്, ഇറ്റ് ഹാസ് ഹൈ ലിക്വിഡിറ്റി. ഇത് വളരെ ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്, ഇതിന് വളരെയധികം ലിക്വിഡിറ്റിയും ഉണ്ട്. കമ്പനീസ് ക്യാൻ പാർക്ക് ദെയർ ഫണ്ട്സ് ഇൻ കൊമേഴ്ഷ്യൽ പേപ്പർ, thereby earning some good return at the same on the same. അവർക്ക് കമ്പനികൾക്ക് ഈസി ആയിട്ട് കൊമേഴ്ഷ്യൽ പേപ്പറിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ബിക്കോസ് അവിടെ നിന്ന് ഒരു ഗുഡ് റിട്ടേൺ കിട്ടും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. ഇതെന്ന് പറയുന്നത് കണ്ടിന്യൂസ് സോഴ്സ് ഓഫ് ഫണ്ട് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. എന്തൊക്കെയാണ് ഡീമെറിറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഹൈലി റേറ്റഡ് ആയിട്ടുള്ള ഫേംസിനാണ് ഇത്തരത്തിൽ കൊമേഴ്ഷ്യൽ പേപ്പർ വഴി മണി റേസ് ചെയ്യാൻ പറ്റുന്നത്. ദെയർഫോർ ന്യൂ അല്ലെങ്കിൽ മോഡേൺലി റേറ്റഡ് ആയിട്ടുള്ള ഫേംസിന്, പെട്ടെന്ന് അപ്ഡേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഫേംസിനൊക്കെ ഇത്തരത്തിലുള്ള ഫണ്ട് റേസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെയുള്ളതാണ് സൈസ് ഓഫ് മണി എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ പേപ്പർ വഴി സൈസ് ഓഫ് മണി ഡീൽ ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് മണി സപ്ലൈസ്. മണി സപ്ലൈസിന്റെ ലിക്വിഡിറ്റി പൊസിഷൻ നോക്കിയിട്ടായിരിക്കും ഇത്തരത്തില് കൊമേഴ്ഷ്യൽ പേപ്പർ ത്രൂ ഫണ്ട് റേസ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു ഷുവർ സോഴ്സ് ഓഫ് ഫിനാൻസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് പറയുമ്പോൾ. ഇഷ്യൂ ഓഫ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് എന്ന് പറയുന്നത് RBI റെഗുലേറ്റ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. സോ അതിന്റെ ഒരു റെസ്ട്രിക്ഷൻസ് വളരെയധികം ഉണ്ടെന്നുള്ളത് ഇതിന്റെ ഒരു വലിയ ഡീമെറിറ്റ് ആണ്. അടുത്തൊരു ടൈപ്പ് ഓഫ് സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഇഷ്യൂ ഓഫ് ഷെയർസിൽ കൂടെ റേസ് ചെയ്യുന്നതിനാണ് ഷെയർ ക്യാപിറ്റൽ എന്ന് നമ്മൾ പറയുന്നത്. കമ്പനിയുടെ മൊത്തത്തിലുള്ള ഷെയറിനെ ചെറിയ ചെറിയ യൂണിറ്റ് ആയിട്ട്, ഷെയറിനെ അല്ല മൊത്തത്തിലുള്ള ഒരു ക്യാപിറ്റലിനെ ചെറിയ ചെറിയ യൂണിറ്റ് ആയിട്ട് തിരിച്ചിട്ട് അതിനെ ഷെയർ എന്ന് വിളിക്കുന്നു. അത് ഓരോന്ന് വാങ്ങിക്കുന്ന ആളുകളെ കമ്പനിയുടെ ഓണേഴ്സ് ആയിട്ട് മാറി അവർ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് മാറുന്നു. ഓരോ ഷെയർസിനും ഒരു നോമിനൽ ആയിട്ടുള്ള ഒരു ഫേസ് വാല്യൂ ഉണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ 5 lakh ഷെയർസ് എന്ന് പറയുന്നത് 10 രൂപയുടെ വെച്ച് മൊത്തം ടോട്ടൽ വാല്യൂ 50 ലക്ഷമായിട്ട് മാറുന്നു. 5 lakh into 10. അത് ഹോൾഡ് ചെയ്യുന്ന ഓരോ ഷെയറും ഹോൾഡ് ചെയ്യുന്നവരെയാണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കുന്നത്. അവിടെ 2 ടൈപ്പ് ഓഫ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന കമ്പനികളുണ്ട്. ഇക്വിറ്റി ഷെയർസും ഉണ്ട്, പ്രിഫറൻസ് ഷെയർസും ഉണ്ട്. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള പേരായിരിക്കും ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസ്. ഇനി എന്താണ് ഇക്വിറ്റി ഷെയർസ് എന്ന് നോക്കാം. ഇക്വിറ്റി ഷെയർസ് നേരത്തെ അറിയപ്പെട്ടിരുന്നത് ഓർഡിനറി ഷെയർസ് എന്നായിരുന്നു. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ആളുകൾ, ഹോൾഡേഴ്സ് ഓഫ് ദീസ് ഷെയർസ് ആർ റിയൽ ഓണേഴ്സ് ഓഫ് ദ കമ്പനി. ശരിക്കും കമ്പനിയുടെ ഓണേഴ്സ് ആയിട്ട് വരുന്നത്, ആക്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഇക്വിറ്റി ഷെയർസ് ഹെൽഡ് ചെയ്യുന്ന ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. അവർക്ക് ഓരോ മീറ്റിംഗ്സിലും, കമ്പനിയുടെ എല്ലാ മീറ്റിംഗ്സിലും ഒക്കെ വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് റിയൽ ഓണേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്, അവർക്ക് കമ്പനിയുടെ വർക്കിംഗിൽ ദേ ഹാവ് എ കൺട്രോൾ. ഓക്കെ, അപ്പൊ കൺട്രോൾ ഉള്ളത് കൊണ്ട് തന്നെ അവരെ നമുക്ക് റിയൽ ഓണേഴ്സ് എന്ന് വിളിക്കാം. പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന പേരെന്ന് പറയുന്നത് ഓർഡിനറി ഷെയർസ് എന്നാണ്. Equity shareholders are paid dividend after paying to the preference shareholders. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തതിന് ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ വിച്ച് ഈസ് റേസ്ഡ് ബൈ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഈസ് നോൺ ആസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇത്തരത്തിൽ ഷെയർ ക്യാപിറ്റൽ ഇക്വിറ്റി ഷെയർസ് വിറ്റ് നേടിയെടുക്കുന്ന ഫണ്ടിനെയാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഓൺ ദീസ് ഷെയർസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രോഫിറ്റ്സ് ഓഫ് ദ കമ്പനി. ഇതിൽ ഷെയർസിന്റെ റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കമ്പനിയുടെ പ്രോഫിറ്റിനെ വെച്ചിട്ടാണ്. ദേ മേ ബി പെയ്ഡ് എ ഹയർ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഓർ ദേ മേ നോട്ട് ഗെറ്റ് എനിത്തിങ്. ഒന്നെങ്കിൽ അവർക്ക് നല്ല ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നും കിട്ടാനുള്ള സാധ്യത ഇല്ല. These shareholders take more risk as compared to preference shareholders. Equity shareholders ആണ് എപ്പോഴും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെക്കാട്ടിലും റിസ്ക് ക്യാരി ഓൺ ചെയ്യുന്നത്. ബിക്കോസ് അവർക്ക് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനൊക്കെ കൊടുത്തിട്ടുള്ള ഡിവിഡൻഡ് കഴിഞ്ഞിട്ടുള്ളത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടത്തുള്ളൂ. അവർ റിയൽ ഓണേഴ്സ് ആണ്, അവരാണ് ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്നത്. ഇക്വിറ്റി ക്യാപിറ്റൽ ഈസ് പെയ്ഡ് ആഫ്റ്റർ മീറ്റിംഗ് ഓൾ അതർ ക്ലെയിംസ് ഇൻക്ലൂഡിംഗ് ദാറ്റ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള എല്ലാ ക്ലെയിംസും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാറുള്ളത്. ദേ ടേക്ക് ബോത്ത് റിഗാർഡിംഗ് ഡിവിഡൻഡ് ആൻഡ് റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ. ഡിവിഡൻഡിന്റെ കാര്യത്തിലാണെങ്കിലും ക്യാപിറ്റലിൽ നിന്നുള്ള റിട്ടേൺ കിട്ടുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം റിസ്ക് എടുക്കുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. Equity shareholders are normally cannot be redeemed during the lifetime of the company. കമ്പനിയുടെ ലൈഫ് ടൈമിന്റെ സമയത്ത് യൂഷ്വലി ഇവിടുന്ന് റെഡീം ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്തൊക്കെയാണ് ഇക്വിറ്റി ഷെയർസിന്റെ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളുടെ സമ്മറൈസ്ഡ് ആയിട്ടുള്ള ഏരിയയാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് റിസ്ക് ബിയറേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ റിസ്ക് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. അവർക്ക് പേ ചെയ്യാം, എമൗണ്ട് തിരിച്ചു കിട്ടാം, മേ ബി ക്ലെയിംസ് പേ ചെയ്യാൻ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അവരുടെ കമ്പനിക്ക് ഫണ്ട് കൊടുത്തിട്ട്
ജസ്റ്റ് നിൽക്കുകയാണ്. അതായത് സെക്യൂരിറ്റിയുടെ ബേസിസിലോ ഒന്നും അല്ല അവർ ഫണ്ട് കൊടുത്ത് നിൽക്കുന്നത്. രണ്ടാമത്തെ ഫീച്ചറാണ് നോ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്നുള്ളത്. റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഫണ്ട് സർപ്ലസ് ഫണ്ട് എത്രത്തോളം വരുന്നോ അതിന്റെ അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും റേറ്റ് ഓഫ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. സോ അത് നമുക്ക് ഫ്ലെക്സിബിൾ ആണ്. ചിലപ്പോൾ കൂടുതൽ കിട്ടാൻ, ചിലപ്പോൾ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള കാര്യമാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ കാര്യത്തിലുള്ളത്. അതായത് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന് ഇല്ല. It is paid out of residual profits after paying interest on debentures and dividend on preference shareholders. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുത്ത ശേഷം ഡിബെഞ്ചേഴ്സിനുള്ള ഇൻട്രസ്റ്റ് കൊടുത്തതിന് ശേഷമൊക്കെ ബാക്കിയുള്ള റെസിഡ്യൂൽ പ്രോഫിറ്റ് വെച്ചിട്ടാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് റൈറ്റ് ടു വോട്ട് എന്നുള്ളത്. എല്ലാ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്. അവർക്ക് മാനേജ്മെന്റിന്റെ ഇലക്ഷന്റെ സമയത്ത് അവർക്ക് ധൈര്യമായിട്ട് നിന്ന് വോട്ട് ചെയ്യാനായിട്ട് പറ്റും. അവർക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു ഹോൾഡ്, അവർക്ക് അവിടെ ഒരു പവർ ഉണ്ട്. നെക്സ്റ്റ് ഫീച്ചറാണ് പെർമനന്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കമ്പനിയിൽ പെർമനന്റ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ ആണ്. അത് റിട്ടേൺ ചെയ്യുന്നത് കമ്പനി വൈൻഡിങ് അപ്പിന്റെ സമയത്ത് മാത്രമായിരിക്കും ഇത് റിട്ടേൺ ചെയ്യുന്നതായിട്ട് വരുന്നത്. എന്തൊക്കെയാണ് ഇത്തരത്തിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അതിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഒന്ന്, സോഴ്സസ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ ആണ്. ഞാൻ പറഞ്ഞതുപോലെ വൈൻഡിങ് അപ്പിന്റെ സമയത്താണ് തിരിച്ചു കൊടുക്കുന്നത് പറഞ്ഞത്. ബെസ്റ്റ് സോഴ്സ് ഓഫ് ലോങ് ടൈം ഫിനാൻസ് ആണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വൈൻഡിങ് അപ്പിന്റെ സമയത്തല്ലാതെ കമ്പനി ഒരിക്കലും ഒബ്ലിഗേറ്റഡ് ആവത്തില്ല ഇടയ്ക്ക് വെച്ച് റീപേ ചെയ്യാനായിട്ട്. സോ ഇതിന്റെ അവൈലബിലിറ്റി ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് വൈൻഡിങ് അപ്പിന്റെ സമയത്ത് മാത്രമാണ് ഉണ്ടായിരിക്കുക. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ് നോ ഒബ്ലിഗേഷൻ ടു പേ ഡിവിഡൻഡ് എന്നുള്ളത്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അത് കമ്പൽസറി അല്ല. അതായത് കമ്പനിക്ക് ആ ഒരു ബേർഡൻ ഇല്ല. അവർക്ക് ആ ഒരു ആസ്പെക്റ്റിൽ അത് വളരെയധികം നല്ലതാണ്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് നോ ചാർജ് ഓൺ അസറ്റ് എന്നുള്ളത്. ഫണ്ട്സ് ക്യാൻ ബി റേസ്ഡ് ത്രൂ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ വിതൗട്ട് ക്രിയേറ്റിംഗ് എനി ചാർജ് ഓൺ അസറ്റ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ അസറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഒരു കാരണവശാലും ഇക്വിറ്റി ഷെയർസിന് ഒരു തരത്തിൽ ഫണ്ട് ക്രിയേറ്റ് ചെയ്യാനോ അതിനുവേണ്ടി ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. സോ കമ്പനീസ് അസറ്റ് ക്യാൻ ബി യൂസ് ഫോർ റേസിംഗ് അഡീഷണൽ ലോൺ. അപ്പോൾ കമ്പനിയുടെ അസറ്റുകൾ മറ്റുള്ള ഫണ്ടുകൾ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന് ഇത്തരത്തിലുള്ള സെക്യൂരിറ്റിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അസറ്റ് ചാർജ് ചെയ്യുന്നോ ഒന്നും ആവശ്യമായിട്ടുള്ളതല്ല. പിന്നെ ഉള്ളതാണ് ഈ പറഞ്ഞ വോട്ടിംഗ് റൈറ്റ് എന്നുള്ളത്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഏറ്റവും കൂടുതൽ ഫുള്ളി എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്നത്. മാനേജ്മെന്റിന്റെ വോട്ടിംഗ് റൈറ്റ് അവർക്ക് ഇലക്ഷന്റെ സമയത്ത് കിട്ടും. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ആണ് ഹൈ റിട്ടേൺ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ കമ്പനി സക്സസ്ഫുൾ ആണെങ്കിൽ അവർക്ക് ഒരു ലെവൽ ഓഫ് മുകളിലാണ് അവരുടെ പ്രോഫിറ്റ് കിട്ടുന്നതെങ്കിൽ അവർക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഹ്യൂജ് ആയിരിക്കും. സോ അവർ ബെയർ ചെയ്യുന്ന റിസ്കിനുള്ള ഒരു റിട്ടേൺ കിട്ടുന്നത് ഇങ്ങനെയുള്ള സമയത്താണ്. അതായത് ഒരു പരിധിയിൽ കൂടുതൽ കമ്പനിക്ക് പ്രോഫിറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് റിട്ടേൺ ആയിട്ട് പോകും. നെക്സ്റ്റ് വൺ ആണ് ഇറ്റ് ക്രിയേറ്റ് കോൺഫിഡൻസ് എമംഗ് ക്രെഡിറ്റേഴ്സ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്രൊവൈഡ് credit worthiness to the company and confidence to prospective loan providers. ക്രെഡിറ്റേഴ്സിന് ഇടയ്ക്കൊരു നല്ല കോൺഫിഡൻസ് ആണ്. നല്ല രീതിയിലുള്ള ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ കമ്പനിയുടെ ഒരു ക്രെഡിറ്റ് വർത്തിനെസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ പ്രോസ്പെക്റ്റീവായിട്ട് ലോൺ തരുന്നവർക്ക് ഒരു കോൺഫിഡൻസ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. ഈ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സിന് ഒരു കുഷ്യൻ പോലെ ആക്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നെക്സ്റ്റ് വൺ റിയൽ ഓണേഴ്സ്. ശരിക്കും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് ആരെന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ റിയൽ ഓണേഴ്സ് എന്ന് പറയുന്നത്. ബിക്കോസ് അവർക്കാണ് വോട്ടിംഗ് റൈറ്റ്സ് ഉള്ളത്. അവരാണ് എങ്ങനെ കാര്യങ്ങൾ നടക്കണമെന്ന് തീരുമാനിക്കുന്നത്. അവർക്കാണ് ഒരു പരിധിയിൽ കൂടുതൽ സർപ്ലസ് ഓഫ് ഫണ്ട്സ് വന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റിന് നല്ലൊരു ഭാഗം കിട്ടുന്നത്. എന്തൊക്കെയാണ് ഡിസ്അഡ്വാൻറ്റേജസ്? ഇക്വിറ്റി ഷെയർസിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. മേജർ ലിമിറ്റേഷൻസ് ഓഫ് റേസിംഗ് ഫണ്ട്സ് ത്രൂ ഇക്വിറ്റി ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് കോൺഷ്യസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് സ്യൂട്ടബിൾ അല്ല എന്നുള്ളതാണ്. അതായത് സേഫ് ആയിട്ട് നിൽക്കുന്ന സെക്യൂരിറ്റീസ് ഒക്കെ വെച്ച് ഫിക്സഡ് ഇൻകം വേണം എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് കോൺഷ്യസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒരു കാര്യവുമില്ലാത്തതാണ്. ബിക്കോസ് ഇത്തരത്തിലുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനോട് ഒരു അട്രാക്ഷനും ഉണ്ടാകത്തില്ല. രണ്ടാമത് ഡൈല്യൂട്ട്സ് ദ കൺട്രോൾ എന്നുള്ളതാണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലുള്ള ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഓണേഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഇനി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വരുന്നത് അവരുടെ കൺട്രോൾ കുറയ്ക്കും. അത് ഡൈല്യൂട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുതൽ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ആണ് നോട്ട് ഫ്ലെക്സിബിൾ.
ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു പെർമനന്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. അത് നമുക്ക് റീഫണ്ട് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ തോന്നുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ലൈഫ് ടൈം ഓഫ് ദ കമ്പനിയിൽ വൈൻഡിങ് അപ്പിന്റെ സമയത്താണ് ഇതിന്റെ റീപേയ്മെന്റ് ഒക്കെ നടക്കുന്നത്. സോ ഇതെന്ന് പറയുന്നത് നോട്ട് ഫ്ലെക്സിബിൾ ആണ്. നെക്സ്റ്റ് വൺ ആണ് ഡേഞ്ചർ ഓഫ് മാനിപ്പുലേഷൻ. മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി ഡിക്ലെയർ ചെയ്യണം ഡിവിഡൻഡ് ഉണ്ട്, ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഉണ്ട്, പല രീതിയിൽ അത് നമ്മളെ ഡിസ്പ്ലേ ചെയ്യാണ്, ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പരിപാടി നടക്കുന്നത്. പക്ഷെ അതൊരു മിസ് സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ വാല്യൂ ഓഫ് ഷെയർസിലെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, മാനിപ്പുലേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എമൗണ്ട് വെച്ച് കാണിക്കാനായിട്ട് പറ്റും. സോ അത്തരത്തിൽ ഡേഞ്ചർ ഓഫ് മാനിപ്പുലേഷൻ ഓഫ് ഷെയർ പ്രൈസ് ആണ് ഇത്തരത്തിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കൊണ്ട് ഉണ്ടാവാനുള്ള സാധ്യത. നെക്സ്റ്റ് ഒരു ടെർമിനോളജിയാണ് ഡേഞ്ചർ ഓഫ് ഓവർ ക്യാപിറ്റലൈസേഷൻ എന്നുള്ളത്. ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇൻ എക്സസ് ഓഫ് ഇറ്റ്സ് ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് ഓഫ് കമ്പനി വിൽ മേക്ക് ഓവർ ക്യാപിറ്റലൈസ്. അതായത് ഒരു കമ്പനിക്ക് ആവശ്യമുള്ളതിനേക്കാൾ അധികം ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അത് റേസ് ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി ഓവർ ക്യാപിറ്റലൈസ്ഡ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഓവർ ക്യാപിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഐഡിയൽ ക്യാപിറ്റലിൽ നമ്മൾ താഴെ പോവുകയും നമ്മൾ ഏർണിംഗ് കപ്പാസിറ്റി കുറയുന്ന ഒരു സാധ്യതയിലേക്ക് വരും. ഒന്നാമത്തതാണ് ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത്. ഒരു ലിമിറ്റിൽ കൂടുതൽ നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ റേസ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. രണ്ടാണ് കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയേഴ്സ്. മോർ ഫോർമാലിറ്റീസ് വിത്ത് പ്രൊസീജിയർ ഡിലേസ് ആർ ഇൻവോൾവ് വൈൽ റേസിംഗ് ഫണ്ട്സ് ത്രൂ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഒത്തിരി ഫോർമാലിറ്റീസ് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ഇത്തരത്തിൽ ഫണ്ട് റേസ് ചെയ്യുന്ന സമയത്ത് ഇക്വിറ്റി ഷെയർസിന്റെ സമയത്ത് ഉണ്ടാവാറുണ്ട്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഷെയർ ആണ് പ്രിഫറൻസ് ഷെയർ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ചെയ്യാൻ പോകുന്നതാണ് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിഫറൻഷ്യൽ ആയിട്ടുള്ള റൈറ്റ് ഉള്ള, ഇക്വിറ്റി ഷെയർസിനെക്കാട്ടിലും മുൻഗണന കിട്ടുന്ന ടൈപ്പ് ഓഫ് ഡിവിഡൻഡിന്റെ കാര്യത്തിലാണെങ്കിലും ക്യാപിറ്റലിന്റെ റീപേയ്മെന്റ് കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും മുൻഗണന കിട്ടുന്ന തരത്തിലുള്ള ഷെയർസ് ആണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെ അതുണ്ടല്ലോ. അതായത് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് എപ്പോഴും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മുൻപിലായിട്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും. Preference shares are better suited to the needs of conscious and conservative investors who want certainly on income on security of their investment. കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ഇൻകം വേണം, കോൺസിക്യൂട്ടീവ് ആയിട്ട് അവർക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഇൻകം കിട്ടണം എന്നുള്ള ടൈപ്പ് ഓഫ് ഒരു സേഫ് സോണിൽ നിൽക്കുന്ന ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിന് ഇത്തരത്തിലുള്ള പ്രിഫറൻസ് ഷെയർസ് ആണ്. അവരുടെ സെക്യൂരിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, എല്ലാ തരത്തിലും ഗുണകരമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രിഫറൻസ് ഷെയർസ് ആണ്. However, rate of dividend specified in preference shares is not guaranteed. ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിൽ പ്രിഫറൻസ് ഷെയർസിലുള്ള റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഗ്യാരണ്ടീഡ് അല്ല. ഇഫ് എനി ഇയേഴ്സ് പ്രോഫിറ്റ് ഈസ് നോട്ട് സഫിഷ്യന്റ് ടു ഡിക്ലെയർ ഡിവിഡൻഡ് ഓൺ ഷെയർസ്, ദ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് വിൽ നോട്ട് ഗെറ്റ് ഡിവിഡൻഡ്. ഏത് കാര്യത്തിലാണെങ്കിലും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തില്ല, ഇപ്പം സഫീഷ്യന്റ് ആയിട്ടുള്ള ഡിവിഡൻഡ് ഷെയർസിൽ ഡിക്ലെയർ ചെയ്യാന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് പ്രിഫറൻസ് ഷെയർസിന് ഡിവിഡൻഡ് കിട്ടാതിരിക്കുക എന്നുള്ള ഒരു സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ്സിൽ നല്ല രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവർക്ക് ദേ ഹാവ് ടു റൈറ്റ് വോട്ട് ഓൺലി ഓൺ മാറ്റേഴ്സ് അഫക്റ്റിംഗ് ദെയർ ഇൻട്രസ്റ്റ്. അവരെ ബാധിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡിന്റെ കേസിലോ നോൺ പേയ്മെന്റിന്റെ കാര്യത്തിലൊക്കെ അവരെ എന്തെങ്കിലും ബാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിൽ അവർക്ക് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. അല്ലാതെ ജനറൽ ആയിട്ട് എല്ലായിടത്തും വന്ന് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഇല്ല. എന്തൊക്കെയാണ് പ്രിഫറൻസ് ഷെയർസിന്റെ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാണ് അവർക്കുള്ള പ്രിഫറൻസ് എന്ന് പറയുന്നത്. ഇഫ് ദർ ഇസ് പ്രോഫിറ്റ് ആൻഡ് ഡിവിഡൻഡ് ഇസ് ഡിക്ലെയർഡ്, അവിടെ ഏതെങ്കിലും തരത്തിലൊരു പ്രോഫിറ്റോ ഡിവിഡൻഡോ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് റേറ്റ് മസ്റ്റ് ആയിട്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിരിക്കണം. ബാലൻസ് ഉണ്ടെങ്കിൽ അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കും. അതായത് എല്ലാ സമയത്തും ഡിവിഡൻഡിന്റെ കാര്യത്തിലും റീപേയ്മെന്റിന്റെ കാര്യത്തിലും ഒക്കെ അവർക്കൊരു പ്രിഫറൻസ് ഉണ്ട്. രണ്ടാണ് വോട്ടിംഗ് റൈറ്റിലുള്ള റെസ്ട്രിക്ഷൻസ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എപ്പോഴും ലിമിറ്റഡ് ആയിട്ടുള്ള റൈറ്റ്സ് ആണ് ഉണ്ടായിരിക്കുക കമ്പനിയുടെ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ. തേർഡ് ഫീച്ചർ ആണ് ഫിക്സഡ് പെർസെന്റേജ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എപ്പോഴും ഒരു ഫിക്സഡ് പെർസെന്റേജ് ഓഫ് ഡിവിഡൻഡേ കിട്ടത്തുള്ളൂ. അല്ലാതെ കൂടുതൽ ഡിവിഡൻഡ് കമ്പനി ഇപ്പം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ കൂടുതൽ ഡിവിഡൻഡ് അവർക്ക് കിട്ടത്തില്ല. ഇതിൽ കുറച്ച് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. പല ടേംസ് ആൻഡ് കണ്ടീഷൻസിന്റെ ബേസിസിലും പലതരത്തിലുള്ള പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് നമുക്കിടയിലുണ്ട്. അതുകൊണ്ട് നമുക്ക് പരിചയപ്പെടാം. അതിൽ ഒന്നാമത്തതാണ് ക്യുമുലേറ്റീവ് ആൻഡ് നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. In the case of cumulative preference shares, dividend is not paid due to inadequate profit in a particular year.
the amount of dividend will accumulate and will have to be paid out of the profit of future years. അതായത് ഏതെങ്കിലും തരത്തിൽ ഒരു തവണ ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അടുത്ത തവണ കൊടുക്കുമ്പോൾ ആ ക്യുമുലേറ്റീവ് ആയിട്ട് നേരത്തെ കൊടുക്കാനുള്ള എമൗണ്ടും കൂടെ കൂട്ടി കൊടുക്കും, ഫ്യൂച്ചർ പ്രോഫിറ്റിൽ കിട്ടുന്ന പ്രോഫിറ്റ് അനുസരിച്ച്. പ്രിഫറൻസ് ഷെയർസ് ആർ ഓൾവേസ് ക്യുമുലേറ്റീവ് അൺലെസ് അതർവൈസ് സ്റ്റേറ്റ്. പ്രത്യേകം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും കാണുന്ന കോമൺ ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ക്യുമുലേറ്റീവ് ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർസ് ആണ്. നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഡിവിഡൻഡ് ഒരിക്കലും അക്യുമുലേറ്റ് ആവത്തില്ല, ഇവർ അൺപെയ്ഡ് ആണെങ്കിലും അക്യുമുലേറ്റ് ആവത്തില്ല. അരിയേഴ്സ് ഒരിക്കലും സബ്സിക്വന്റ് ഇയേഴ്സിലോട്ട് ഫോർവേഡ് ചെയ്യത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയർ ആണ് പാർട്ടിസിപ്പേറ്റിംഗ് ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് ദേ ക്യാരി a right to share in surplus profits left after fixed dividend as paid both preference and equity shares. അതായത് അവർക്ക് ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ, അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാവുന്ന സമയത്ത് അതിൽ നിന്നും ഒരു റൈറ്റ് കിട്ടുന്ന ടൈപ്പ് ഓഫ് ഷെയർസ് ആണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. നോർമൽ ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർസിന് അങ്ങനെ റൈറ്റ് ഉണ്ടായിരിക്കത്തില്ല. For the holders of these shares get a part of residual profit. ബാക്കിയുള്ള റെസിഡ്യൂൽ പ്രോഫിറ്റിൽ നിന്ന് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡിന്റെ അഡീഷൻ ആയിട്ട് ഒരു എമൗണ്ട് കിട്ടുന്ന ടൈപ്പ് ഓഫ് ഹോൾഡേഴ്സ് ആണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ ക്യാരി എ റൈറ്റ് ഓൺലി ഫോർ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡിന് വേണ്ടി മാത്രം റൈറ്റ് ഉള്ള ടൈപ്പ് ഓഫ് ഷെയർസ് ഹോൾഡേഴ്സ് ആണ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡിന് അഡീഷണൽ ആയിട്ട് റെസിഡ്യൂൽ പ്രോഫിറ്റിൽ നിന്ന് ഒരു റൈറ്റ് കിട്ടുന്നതാണ് പാർട്ടിസിപ്പേറ്റിംഗ് ഷെയർസ് എന്ന് പറയുന്നത്. നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസിന് റെസിഡ്യൂൽ പ്രോഫിറ്റിൽ ഒരു റൈറ്റും ഉണ്ടായിരിക്കുന്നതല്ല. അടുത്ത ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ് റെഡീമബിൾ ആൻഡ് ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് ദോസ് പ്രിഫറൻസ് ഷെയർസ് ഇൻ വിച്ച് ദ കമ്പനി ക്യാൻ റീപേ the amount of such preference shares after a specified period. ഒരു പീരീഡിന് ശേഷം ഫുൾ എമൗണ്ട് റീപേ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രിഫറൻസ് ഷെയർസ് ആണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ. ഇറെഡീമബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർസ് വിച്ച് ആർ റെഡീമബിൾ ഓൺലി അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി. കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രം തിരിച്ച് പൈസ എല്ലാം റെഡീം ചെയ്ത് കൊടുക്കുന്നതിനാണ് ഇറെഡീമബിൾ എന്ന് പറയുന്നത്. അതല്ല ഇടയ്ക്ക് വെച്ച് ഒരു പീരീഡിന് ശേഷം കൊടുക്കുന്നതിനാണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നതാണ് കൺവേർട്ടബിൾ ആൻഡ് നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു ഇക്വിറ്റി ഷെയർസ് ആഫ്റ്റർ എ ഫിക്സഡ് പീരീഡ് ഇറ്റ് ഈസ് നോൺ ആസ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്. ഒരു പീരീഡിന് ശേഷം ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഷെയർസിനെയാണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. The preference shares which do not carry a right of conversion into equity shares which are called non-convertible preference shares. അത്തരത്തിൽ ഇക്വിറ്റി ഷെയർ ആയിട്ട് ഒരു പീരീഡിന് ശേഷം കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഷെയർസിനെയാണ് നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രിഫറൻസ് ഷെയർസിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഇത് കോൺഷ്യസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് സ്യൂട്ടബിൾ ആണ്. നമ്മൾ പറഞ്ഞു കോൺഷ്യസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് റെഗുലർ ആയിട്ടുള്ള റിട്ടേൺ കിട്ടാനും റീസണബിൾ ആയിട്ട് സേഫ്റ്റി ആയിട്ട് ഇരിക്കാനും അവർക്ക് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നല്ലതാണ്. 2, നോ ഒബ്ലിഗേഷൻ ഫോർ ഡിവിഡൻഡ്. ഡിവിഡൻഡ് എന്ന് പറയുന്നത് അവർക്ക് സഫീഷ്യന്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് പേ ചെയ്താൽ മതി എന്നൊരു സാധനം. 3, നോ ഇന്റർഫേസ് ഇൻ മാനേജ്മെന്റ്. അവര് വോട്ടിംഗ് റൈറ്റിൽ റെസ്ട്രിക്റ്റഡ് ആണ്. പ്രിഫറൻസ് ഷെയർസ് ഒരു കാരണവശാലും കൺട്രോൾ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ഓണർഷിപ്പിലോ അതിന്റെ കൺട്രോളിലോ വന്ന് ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് പോകത്തില്ല. നോ ചാർജ് ഓൺ അസറ്റ്. പ്രിഫറൻസ് ഷെയർസ് ഒരു തരത്തിലുള്ള ചാർജോ അസറ്റിന്റെ മോഡിൽ വെക്കുകയോ കമ്പനിയെ ബാധിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയോ ഇല്ല. അഞ്ചാമത്തേതാണ് പ്രിഫറൻഷ്യൽ റൈറ്റ് എന്ന് പറയുന്നത്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എപ്പോഴും റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റലിന്റെ സമയത്താണെങ്കിലും ഡിവിഡൻഡിന്റെ സമയത്താണെങ്കിലും ലിക്വിഡേഷന്റെ സമയത്താണെങ്കിലും ഒക്കെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്തുണ്ടാവാറുണ്ട്? ദേ ഹാവ് എ പ്രിഫറൻഷ്യൽ റൈറ്റ് ഓൺ റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ. നെക്സ്റ്റ് വൺ ആണ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റെഡീം ചെയ്യാൻ പറ്റും. അതുപോലെ ഇഷ്യൂ ഓഫ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഹെൽപ്സ് കമ്പനി ടു റീപേ ദ ക്യാപിറ്റൽ വിത്ത് it is no longer required in the business. ബിസിനസ്സിൽ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് റെഡീം ചെയ്ത് തിരിച്ച് ആ പ്രിഫറൻസ് ഷെയർസ് കൊടുക്കാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ട്. ഇനിയാണ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. 1, ലിമിറ്റഡ് ആയിട്ടുള്ള വോട്ടിംഗ് റൈറ്റ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വളരെ ലിമിറ്റഡ് ആയിട്ട് ഓർഡിനറി ആയിട്ടുള്ള വോട്ടിംഗ് റൈറ്റേ ഉള്ളൂ. അവരുടെ കാര്യത്തിൽ മാത്രം അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്, അല്ലാതെ സ്പെസിഫിക് കണ്ടീഷൻസും ഉണ്ട്. 2, ലോ റിട്ടേൺ. അവർക്ക് ഫിക്സഡ് ആയിട്ടുള്ള റിട്ടേൺ ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും റിസ്ക്കും കുറവായിരിക്കും, അവർക്ക് കിട്ടുന്ന റിട്ടേണും കുറവായിരിക്കും. 3, കോസ്റ്റ്ലി സോഴ്സ് ഓഫ് ഫിനാൻസ്.
റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്ന പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ കാര്യത്തിൽ ജനറലി ഹയർ ആയിരിക്കും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സിനൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഹയർ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടത്. സോ അത്തരത്തിലൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഉള്ളത്. നെക്സ്റ്റ് വൺ ആണ് നോ ടാക്സ് ബെനിഫിറ്റ്. ഡിവിഡൻഡ് ഇത്തരത്തിൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ടാക്സോ അല്ലെങ്കിൽ ഡിഡക്ഷൻ ഒന്നും ഒരു കമ്പനിക്ക് കിട്ടത്തില്ല. അത്തരത്തിൽ നോ ടാക്സ് സേവിങ്സ് ഇൻ ദ കേസ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഓർ ഡിബഞ്ചേഴ്സ്. അതിപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഓർ ഡിബഞ്ചേഴ്സിന്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ അവിടെ ഒരു തരത്തിലുള്ള ടാക്സ് സേവിങ്സും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്.